നമസ്കാരം സുഹൃത്തുക്കളെ, KICBയിലെ ഫീൽഡ് ജീവനക്കാരുമായി ബന്ധപ്പെട്ട് CA റെഗുലേഷനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ പങ്കുവെക്കുന്നതിനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഫീൽഡ് ജീവനക്കാരെ CA റെഗുലേഷൻ്റെ പേരിൽ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും അത് വിവിധ കോടതികളിൽ വാദത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ജീവനക്കാർക്കും സ്ഥാപനത്തിനും അനുകൂലമായി ഒരു ഉത്തരവിറക്കുകയും ചെയ്തു. ഇതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുൻപേ വിശദീകരിച്ചിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് 31/10/2013 വരെയുള്ളവരെ എല്ലാവരെയും പ്രൊമോട്ട് ചെയ്തു, പ്രൊട്ടക്റ്റ് ചെയ്തു. 31/10/2013 ശേഷമുള്ളവരെ CA റെഗുലേഷൻ 116 അനുസരിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് 14/7/2020 പുറത്തു വരുന്നു. ഒരു മാസം സഭയിൽ ലഭിച്ചിട്ടും ആ പ്രൊമോഷനുകൾ ഇറക്കാതെ ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായുള്ള ഒരു കൃത്യവിലോപത്തിൻ്റെ ഭാഗമായി പ്രൊമോഷനുകൾ നിഷേധിച്ചിരിക്കുകയാണ്. ഒരുപോലെ ഇരിക്കുന്നവരിൽ 90% കോട്ടക്കാരന് പ്രൊമോഷൻ നൽകുകയും 10% പ്രൊമോഷൻ നൽകാതിരിക്കുകയും ചെയ്തു. അക്ഷരത്തെറ്റൊക്കെ വന്ന ഇൻകംബൻസി കർഷനുള്ള പ്രൊമോഷനുകൾ വരേണ്ടവർക്ക് അത് നൽകാതിരുന്നു. വർക്കറിൽ നിന്ന് ലൈൻമാൻ 2-ലേക്കുള്ള പ്രൊമോഷൻ റെഗുലേഷൻ അനുസരിച്ച് നൽകാമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടും അത് നൽകിയില്ല. ലൈൻമാൻ 2-ൽ നിന്ന് 1-ലേക്കുള്ള റേഷ്യോ പ്രൊമോഷൻ നൽകിയില്ല. അപ്പോൾ 14/7/2020 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി വരികയും എന്നാൽ 16/8/2020 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച് ഒരു കേസ് വരുന്നു. ഈ സമയത്തിനുള്ളിൽ പ്രൊമോഷൻ ഇറക്കാമായിരുന്നു. സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ പറയുന്നു സുപ്രീം കോടതിയിൽ കേസുള്ളത് കൊണ്ട് പ്രൊമോഷൻ ഇറക്കില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. സുപ്രീം കോടതി ശോഭിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രൊമോഷൻ ഇറക്കാതിരുന്നു എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം CI2-ൻ്റെ നേതാവ് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ടോക്കിലൂടെ അറിയുവാൻ കഴിഞ്ഞ ഒരു കാര്യം, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ബോർഡ് പറഞ്ഞു ഹൈക്കോടതി വിധിയുടെ രണ്ടാം ഭാഗം, അതായത് 31/10/2013 ശേഷമുള്ളവരുടെ പ്രൊമോഷൻ ഇനി ഞങ്ങൾ നടത്തില്ല എന്ന് സുപ്രീം കോടതിക്ക് ഉറപ്പ് കൊടുത്തെന്നും അതിന് പിന്നിൽ പ്രവർത്തിച്ചത് തങ്ങളാണെന്നും CI2-ൻ്റെ നേതാവ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയുണ്ടായി. അപ്പോൾ എനിക്കറിയേണ്ടത് ഇതിൻ്റെ പിന്നിൽ A2C ഉണ്ടോ എന്നുള്ളതാണ്. ഏതായാലും CI2 അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു, ബോർഡിനെ കൊണ്ട് പറയിപ്പിച്ച് കഴിഞ്ഞു. ഇവിടെ പ്രൊമോഷൻ ഇറക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്പെഷ്യൽ എൻഗേജ്മെൻറ്റ് അഡ്വക്കേറ്റിനെ വെക്കണമെന്ന് പറഞ്ഞത്. കൂടുതൽ ഫീസ് കൊടുത്തൊരു അഡ്വക്കേറ്റിനെ വേണമെന്ന് പറഞ്ഞതും പ്രൊമോഷൻ നടത്തിക്കുന്നതിന് വേണ്ടിയും സ്ഥാപനത്തിനും ജീവനക്കാർക്കും ഗുണകരമാകുന്നതിന് വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റ് പോലെ. എന്നിട്ട് ആ അഡ്വക്കേറ്റിനെ കൊണ്ട് ഏകാധിപത്യപരമായിട്ട് തങ്ങളുടെ നിലപാടുകൾ ജീവനക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് ഇപ്പോൾ ബോർഡ് മാനേജ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു തന്ത്രമാണെന്നാണ് നേതാവ് പറയുന്നത്. ഇങ്ങനൊരു തന്ത്രം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു തന്ത്രം, അത് ഭയങ്കര തന്ത്രമാണെന്നാണ് പറയുന്നത്. കേസ് നടത്തിപ്പിലെ ഒരു തന്ത്രം. പക്ഷെ ഇന്ത്യയിൽ ഇങ്ങനൊരു തന്ത്രം ഞാൻ കണ്ടിട്ടില്ല. ഇതെനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്ത ഏതോ ഒരു സ്വപ്ന തന്ത്രമാണെന്നാണ് തോന്നുന്നു. അപ്പം ജീവനക്കാർക്ക് അർഹതപ്പെട്ട പ്രൊമോഷൻ നടത്തുവാൻ വേണ്ടി കേസിന് പോയി സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞു ഞങ്ങൾ ഇനി ഇറക്കില്ല. ഏതായാലും സുപ്രീം കോടതി റെക്കോർഡിലൊന്നും അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി പറയുന്നു ഞങ്ങൾ പറഞ്ഞു, ബോർഡ് അത് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ അടുത്ത ഭരണകക്ഷി സംഘടനയായ A2C ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഏതായാലും ഞങ്ങളിതിനെ അംഗീകരിക്കില്ല.
കാരണം ഈ കേസ് തുടക്കം മുതലേ നടത്തുന്ന ഒരു സംഘടന ഞങ്ങളാണ്, കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ, INTUC. 2016 റെഗുലേറ്ററി കമ്മീഷനിൽ അവിടെ ഞാൻ വാദിച്ചത്. അതിനുശേഷം എതിർകക്ഷികൾ അപ്പീൽ ആപ്റ്റലിൽ ഫയൽ ചെയ്തപ്പോൾ അവിടെ ഞങ്ങൾ കക്ഷി ചേർന്നു. 1.5 വർഷം കഴിഞ്ഞാണ് CITU എന്ന് പറയുന്ന സംഘടന അവിടെ വന്നത്. വേറെ ആരും അങ്ങോട്ട് വന്നുമില്ല. അപ്പോൾ അവിടെ ഞങ്ങൾ പോയില്ലായിരുന്നേലത്തെ അവസ്ഥ ഞാൻ പറയേണ്ട കാര്യമില്ല, സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും. എന്നാൽ പിന്നീട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും നമ്മൾ 3 സംഘടനകളും ഉണ്ടായിരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് വിധി ലഭിച്ചു. 31/10/2013 വരെയുള്ളവർക്ക് ഒരു ഭാഗം, അല്ലാത്തവർക്ക് മറ്റൊരു ഭാഗം. പകുതി നടപ്പാക്കാതിരുന്നു, താമസിപ്പിച്ചു കൊണ്ടുപോയി നടപ്പാക്കാതിരുന്നു. സുപ്രീം കോടതിയിൽ കേസ് വന്നു. കേസ് വരുന്നത് വരെ നീട്ടിക്കൊണ്ടുപോയി, അതിനുള്ള സാവകാശം കൊടുത്തു. കേസ് വന്നതിന് ശേഷം കേസിൻ്റെ പേരിൽ നടത്താതിരിക്കുന്നു. കേസുള്ളത് കൊണ്ട് നടത്തിക്കഴിഞ്ഞാൽ സുപ്രീം കോടതി ശോഭിക്കുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 87 അസിസ്റ്റന്റ് എഞ്ചിനീയർമാരെ സൂപ്പർ നോമറിയായിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ സുപ്രീം കോടതിയിൽ കേസ് നിൽക്കുമ്പോഴല്ലേ ക്ഷോഭമൊന്നും കണ്ടില്ലല്ലോ. ഒരു വർക്കർക്ക് പ്രൊമോഷൻ കൊടുത്തതിൻ്റെ പേരിൽ സുപ്രീം കോടതി ഒന്നും ശോഭിക്കില്ല. അപ്പോൾ തൊഴിലാളികളോട് ഇതിൻ്റെ മറുപടി പറയേണ്ടി വരും, സമാധാനം പറയേണ്ടി വരും. ഞങ്ങൾ തുടക്കം മുതലേ നടത്തിക്കൊണ്ടു വന്നൊരു കേസിൽ ബോർഡിന് ആരാണ് അനുവാദം നൽകിയത് അങ്ങനെ ഒരു സ്പെഷ്യൽ എൻഗേജ്മെന്റ് അഡ്വക്കേറ്റിനെ കൊണ്ട് കോടതിയിൽ അങ്ങനെ പറയിപ്പിക്കുവാൻ? അങ്ങനെ ഉണ്ടെങ്കിൽ സാമാന്യ മര്യാദ അനുസരിച്ച് നമുക്കൊരു ചർച്ച ചെയ്യേണ്ടേ കാര്യങ്ങൾ, ഇങ്ങനെ പറഞ്ഞുകൂടെ? അപ്പോൾ ഞങ്ങൾ എതിർക്കും. അതിൻ്റെ ആവശ്യം ഇല്ലാത്ത നിയമം നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ, ഇല്ലാത്ത തന്ത്രം മെനയേണ്ട കാര്യമില്ലല്ലോ, സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കഴിഞ്ഞ 16-ാം തീയതി 16/11/2020 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ കേസ് വരികയും അന്നത്തെ കോടതിയുടെ ഡെയിലി റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്, ഈ കേസിലെ ഒന്നാം കക്ഷിയായ എതിർകക്ഷിയായ ഗവൺമെൻറ് ഓഫ് കേരള ഇതുവരെയും റിട്ടേൺ നോട്ട് ഫയൽ ചെയ്തിട്ടില്ല, 2 ആഴ്ചയ്ക്കും ഫയൽ ചെയ്യണം. അപ്പോൾ 16/11 തൊട്ട് 2 ആഴ്ച എന്ന് പറയുമ്പം നവംബർ 30 തീരുകയാണ്. ഏതായാലും 2 ദിവസം മുമ്പ് വരെ റിട്ടേൺ നോട്ട് ഗവൺമെൻറ് ഓഫ് കേരള ഫയൽ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റി. കാരണം ഞങ്ങൾ പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്. ഭരണകക്ഷിക്ക് അറിയാം പവർ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ത് നടക്കുന്നു എന്നുള്ളതൊക്കെ. ഏതായാലും ഞങ്ങൾ വിവരങ്ങൾ അറിഞ്ഞു. ഞങ്ങൾ പവർ സെക്രട്ടറിക്ക് കത്ത് നൽകി. അവിടെ ഫയൽ നീങ്ങിയിട്ടുണ്ട്. പക്ഷേ അവർ പറയുന്നത് ഡ്രാഫ്റ്റ് എഴുതി, ലീഗൽ ഒപ്പീനിയൻ വാങ്ങി, ഇനിയും ജനുവരി 2-ാം ആഴ്ചയ്ക്ക് മുമ്പ് ചെല്ലുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അതിൻ്റെ പേരിൽ കേസ് താമസിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വവും ഇവിടുത്തെ ഭരണകക്ഷി സംഘടനകൾക്കും ബോർഡ് മാനേജ്മെൻറ്റിനുമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തൊഴിലാളിയുടെ മുമ്പിൽ മറുപടി പറയണം. അപ്പം കേസിനോട് എത്രമാത്രം ആത്മാർത്ഥത കാണിക്കുന്നു ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഒന്നാം കക്ഷി ഭരിക്കുന്നത് ആരാണ്. അപ്പോൾ അവിടെ നിന്നും എന്ത് പോയിട്ടില്ല, റിട്ടേൺ നോട്ട് പോയിട്ടില്ല. പ്രൊമോഷൻ കൊടുക്കണ്ടെന്ന് പറയിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ എൻഗേജ്മെന്റ് അഡ്വക്കേറ്റിൻ്റെ ആവശ്യമുണ്ടോ? അത് മറ്റൊരു വിഷയം. അതുകൊണ്ട് നിങ്ങളെ ആരെയും ഇതൊന്നും പറയാനല്ല ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്നത് ഈ സ്ഥാപനത്തിലെ തൊഴിലാളികൾക്ക് പ്രൊമോഷൻ കിട്ടണം, സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിന് വിഘാതമുണ്ടാകരുത്, ആ രീതിയിൽ നിയമം നടപ്പിലാക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കോൺട്രിബ്യൂട്ടറി പെൻഷനുമായി ബന്ധപ്പെട്ടതാണ്. 1/4/2013 മുമ്പ് നോട്ടിഫിക്കേഷനുള്ള ജീവനക്കാർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അവകാശമുണ്ട്. അത് ഡൽഹി ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി അംഗീകരിച്ചതാണ്. അതിവിടെ നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ 3 കത്ത് നൽകിയിട്ടും ബോർഡ് നടപ്പിലാക്കാതെ വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും കേരള ഹൈക്കോടതി ഉത്തരവ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഹിയറിംഗ് കഴിഞ്ഞ് 25-ാം തീയതി കഴിഞ്ഞു. ഇനിയും ബോർഡിൻ്റെ ഉത്തരവ് ഇറങ്ങണം. ബോർഡ് ചിലപ്പം അനുവദിക്കാം, ചിലപ്പോൾ അനുവദിക്കാതിരിക്കാം. അനുവദിച്ചില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ഒന്നുകൂടി കോടതിയെ സമീപിക്കേണ്ടി വരും. അടുത്തതിൽ ഞങ്ങൾക്ക് അനുവദിക്കേണ്ടി വരും. തർക്കമൊന്നും വേണ്ട. പക്ഷേ ഇക്കാര്യത്തിൽ ഇവിടുത്തെ 2 ഇടതുപക്ഷ സംഘടനകൾ എന്ത് നിലപാടെടുത്തു? ഒരു കത്തെങ്കിലും ബോർഡിന് കൊടുത്തോ? കൊടുത്തില്ലെങ്കിൽ പോട്ടെ, ഇനിയും കൊടുത്താൽ മതി, നിങ്ങൾ കത്ത് കൊടുക്കണം. ഇതിനകത്ത് ആരുടെയും ക്രെഡിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിൽ എത്ര തൊഴിലാളികൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങളുടെ കൂടെ എത്ര പേരുണ്ടെന്ന് നിങ്ങൾക്കും അറിയാം. ഞങ്ങൾ തൊഴിലാളിയുടെ എണ്ണം ഒന്നും നോക്കിയല്ല കേസിന് പോയത്, തൊഴിലാളിയുടെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ പോയതാണ് എന്നും ആ നിലപാടേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ.
കോടതി പോകാനുള്ള അവകാശത്തിന് വേണ്ടി കോടതിയെ സമീപിച്ചത് ഞങ്ങൾ തന്നെ. 10% മറിച്ച് വിറ്റപ്പോൾ കോടതിയെ സമീപിച്ചത് ഞങ്ങൾ തന്നെ. ഇപ്പോൾ കോൺട്രിബ്യൂട്ടറി പെൻഷൻ്റെ കാര്യത്തിലും കോടതിയെ സമീപിച്ചത് ഞങ്ങൾ തന്നെ. CA റെഗുലേഷൻ്റെ കാര്യത്തിൽ എല്ലാ കോടതികളിലും എല്ലാ മേഖലയിലും കോടതിയെ സമീപിച്ചത് ഞങ്ങൾ തന്നെ. അപ്പോൾ ഒരു കത്ത് പോലും കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ വളരെ അവർ എന്താണ്, അതിനെക്കുറിച്ച് എന്താണ് പറയാൻ പറ്റുന്നത്? അതുകൊണ്ട് ആ കത്ത് ഉടൻ നൽകണം. ഇതിനകത്ത് ആരുടെയും ക്രെഡിറ്റിൻ്റെ വിഷയമൊന്നുമില്ല. നമുക്ക് ഒരുമിച്ച് നീങ്ങണം. കോൺട്രിബ്യൂട്ടറി പെൻഷൻ 1/4/2013 മുമ്പ് നോട്ടിഫിക്കേഷനുള്ള എല്ലാവർക്കും സ്റ്റാറ്റ്യൂട്ടറി പെൻഷന് അവകാശമുണ്ട്. അതല്ലാതെ കേരളമൊട്ടുക്ക് എല്ലാവർക്കും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കൊണ്ടുവന്നിട്ടേ ഇവിടെയുള്ളവർക്ക് കൊടുക്കൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. KICBയിലെ 99% ജീവനക്കാരും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ്റെ പരിധി വരും ഈ ഉത്തരവ് നടപ്പിലാക്കിയാൽ. കേരളത്തിൽ മൊത്തം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കൊണ്ടുവരും. ഇന്ത്യ ഒട്ടുക്ക് കോൺട്രിബ്യൂട്ടറി വന്നു. ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി കൊണ്ടുവരുമെന്നും പറഞ്ഞ് ഇലക്ഷനിൽ വോട്ട് മേടിച്ച് ഭരണത്തിൽ വന്ന സർക്കാർ ഭരണം വന്ന് 4.5 വർഷമായിട്ടും ഇതുവരെയും സ്റ്റാറ്റ്യൂട്ടറി കൊണ്ടുവരാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല 5.5 കോടി രൂപ ചെലവാക്കുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച വരെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഇവിടെ നിയമപരമല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ധനമന്ത്രി ഏതായാലും വിജ്ഞാപനം ഇറക്കി അതിനെ നിയമപരമാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഇപ്പോൾ നിയമപരമാക്കി വിജ്ഞാപനം കൂടി സർക്കാർ ഇറക്കി. എന്നിട്ട് വീണ്ടും പറയുന്നു ഞങ്ങൾ മറ്റത് കൊണ്ടുവരും, വീണ്ടും മാറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് മാറ്റിക്കൂ, അതിനെ ഞങ്ങൾ പിന്തുണയുണ്ട്, അതിനക്കൂടത്തിൽ ഞങ്ങളുണ്ട്. പക്ഷേ അത് വരുന്നതിൻ്റെ പേരിൽ KICBയിലുള്ള 99% പേർക്കും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കിട്ടുന്ന ഒരു സാഹചര്യം, ഒരു നിയമമുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നിറവേറ്റണം. അതിനും നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ആ ഉത്തരവാദിത്വം നിറവേറ്റണം. അപ്പോൾ വിജ്ഞാപനം ഇറക്കി മാത്രമല്ല, ഇപ്പോൾ ഇത് ഇലക്ഷൻ കഴിഞ്ഞു, ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത നിയമസഭാ ഇലക്ഷൻ വരാൻ പോകുന്നു. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പോയി അതിൻ്റെ ഒരു അവ്യക്തത നിൽക്കുക. ഇപ്പം 100 വേക്കൻസി ഇപ്പോൾ ഉണ്ട്. പ്രൊമോഷൻ കൊടുക്കണമെന്ന് പറയുമ്പോൾ പറയുകയാണ് അടുത്ത വർഷം 500 വേക്കൻസി വരും, അപ്പോൾ നമ്മൾ പ്രൊമോഷൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ അത് ശരിയല്ല. അതുകൊണ്ട് അതിനുവേണ്ടി CA റെഗുലേഷനിൽ തെറ്റാണ് ചെയ്തത്. അതിൻ്റെ അനന്തരഫലങ്ങൾ ഇനി അനുഭവിക്കുകയേ നിവൃത്തിയുള്ളൂ. എന്താണോ അതിനെ മറുമരുന്ന് കണ്ടുപിടിച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഗവൺമെൻറ് സെക്രട്ടറിയിൽ നിന്നും പവർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പോകാനുള്ള മറുപടി വിടുന്നതിനുള്ള നടപടികൾ ഇവിടുത്തെ ഭരണകക്ഷി യൂണിയനുകളിന് മുൻകൈയെടുക്കണം. ഞങ്ങളുടെ കടമ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഇനിയും ചെയ്യും. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വരുത്തുന്ന കാര്യത്തിലും ഇവിടുത്തെ ഭരണപക്ഷി സംഘടനകൾ കത്ത് നൽകണം. ജീവനക്കാരുടെ വിഷയങ്ങൾ നമുക്ക് നടപ്പിലാക്കിയെടുക്കണം, അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കണം. പിന്നെ കോടതിയിൽ വിഷയം നടക്കുമ്പോൾ നമ്മൾ സമവായം ഉണ്ടാക്കുന്നതോ അതല്ലെങ്കിൽ പാട്ടും പാടി നടന്നിട്ടൊന്നും കാര്യമില്ല. കോടതിയിലുള്ള വിഷയം നമ്മൾ കോടതിയിലൂടെ അഡ്വക്കേറ്റിനെയൊക്കെ വെച്ച് നേരിടണം എന്നുള്ളതാണ് INTUCയുടെ അഭിപ്രായം. മറിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് INTUCയുടെ അഭിപ്രായമല്ല. അതുകൊണ്ട് തൊഴിലാളികളുടെ വിഷയത്തിൽ ഇപ്പോൾ കാണിച്ച് ഏതായാലും അവർ പുറത്ത് സമ്മതിച്ചിരിക്കുന്ന വിഷയമാണ്. ഇക്കാര്യത്തിൽ ചെയ്തത് തെറ്റാണ്, അത് മാപ്പർഹിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് അതിനുള്ള മറുമരുന്ന് കണ്ടുപിടിച്ച് ഉടൻ ചെയ്യണം. തൊഴിലാളികൾക്ക് പ്രൊമോഷൻ കിട്ടുന്നതിനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.